ജ്ഞാനേഷ് കുമാറിനോടും സംഘത്തോടും ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. ജ്ഞാനേഷ് കുമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതിലെ 2 അംഗങ്ങൾ, അവരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോയിക്കൂടെ, സ്ഥലം കാര്യാക്കിക്കൂടെ. സത്യം പറഞ്ഞാൽ ഉളുപ്പുണ്ടെങ്കിൽ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ വാക്ക് ഉപയോഗിക്കാറില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആരെക്കുറിച്ചാണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണത്. അതിലെ വളരെ ബഹുമാന്യരായ അംഗങ്ങളെ കുറിച്ച് അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് പച്ച മലയാളത്തിൽ ചോദിച്ചത്. ലജ്ജയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? കാരണം അത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയത്. അത് കണ്ടും കേട്ടും ഇരിക്കാൻ അത്യാവശ്യം ലജ്ജയുള്ള ഒരാൾക്കും സാധിക്കത്തില്ല. അതുമാത്രമല്ല, അതുപോലെ അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര്, ഉത്തരവാദിത്വമുള്ള പദവികളിൽ ഇരിക്കുന്നവര് ഒരു വലിയ തെറ്റു ചെയ്തെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നമ്മുടെ ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്ന രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. തെളിവുകൾ സഹിതമാണ് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ഇത് കണ്ടും കേട്ടും നിശബ്ദരായിട്ട് പ്രതികരണമില്ലാതെ, കൃത്യമായ പ്രതികരണമില്ലാതെ ആ സ്ഥാനത്ത്, ആ കസേരയിൽ ഇരിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ നിർവചന സദനില്, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയോ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ഇലക്ഷൻ കമ്മീഷനിലോ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ കിട്ടുകയില്ല. അതിന് യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള വളരെ ഗൗരവമായ, ഗുരുതരമായ തെറ്റാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കസ്റ്റോഡിയൻ അത് നിങ്ങളാ. അത് സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാ. അതിന് കഴിവുള്ളവരെന്ന് തോന്നുന്നവരെയാണ് ആ സ്ഥാനങ്ങളിലേക്ക് വഹിക്കുന്നത്. TN ശേഷനൊക്കെ ഇവിടെ ഓർത്തു പോവുക. എന്തോ ഒരു മനുഷ്യനായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നമ്മുടെ ഭരണരംഗത്ത് അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ആള്. മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരാരും ഇതുപോലെ പേരുദോഷം വരുത്തിയിട്ടില്ല. കഴിവുകളിലെ ഏറ്റക്കുറിച്ചില് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലെ ഒരു വലിയ ആരോപണമല്ല, തെളിവുകൾ സഹിതം ഇന്ത്യയിലെ ജനത്തിന് മുമ്പിൽ വെച്ച സത്യവിവരണം ഇതുവരെ വേറെ ഉണ്ടായിട്ടില്ല. ഒരു റഫറിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അവര് ഇലക്ഷൻ പ്രക്രിയയിൽ യാതൊരു കാരണവശാലും ഇടപെടാൻ പാടില്ല. അവർക്ക് അതിനുള്ള സംവിധാനം, കുറ്റമറ്റ സത്യസന്ധമായ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. പക്ഷെ ഇവിടെ റഫറി വിസിലടിക്കാനും മറന്നിരിക്കുക പലപ്പോഴും, അല്ലെങ്കിൽ റഫറി ഗോളടിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷയും ഇലക്ഷൻ കമ്മീഷനും ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഹരിയാന തിരഞ്ഞെടുപ്പ് അപ്പാടെ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. 25 ലക്ഷം വോട്ടിന്റെ കൃത്രിമം നടന്നു എന്നാണ് പറഞ്ഞത്. അതും കേട്ടിട്ട് കൃത്യമായ ഒരു വിശദീകരണമില്ലാതെ നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷനെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. സർ, ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ വിവസ്ത്രരായി, വിശ്വാസ്യത നഷ്ടപ്പെട്ട്, തുറന്നു കാട്ടപ്പെട്ട് നിന്ന മറ്റൊരു ഭരണഘടനാ സംവിധാനം ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ ധാരാളം സംവിധാനങ്ങൾ നമുക്കുണ്ട്. അവയെല്ലാം നമ്മുടെ ജനാധിപത്യത്തിന്റെ ഓരോ തൂണുകളാണ്. അവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇതിന്റെ കാവൽക്കാരൻ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്, തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ. അവരാണ് ഇപ്പോൾ വിവസ്ത്രരായി നിൽക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ, വോട്ടർമാരുടെ മുമ്പിൽ. അവർ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ഹരിയാനയില് വോട്ടെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക പോലെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടർ പട്ടികകളെങ്കിൽ, ബ്രസീലിയൻ സുന്ദരിമാര് വരെ നമ്മുടെ വോട്ടർ പട്ടികയിൽ കയറിക്കൂടുന്നുവെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക ഈ പ്രക്രിയയെ? ഇത് നടത്തിപ്പുകാരെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് വളരെ മയത്തിലാണ് പരാമർശിച്ചത്. കാരണം രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നു. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അത് എതിർക്കപ്പെടാൻ പറ്റാത്ത തെളിവുകളാണ്. എങ്കിൽ പോലും നമ്മൾ എന്താ കരുതിയത്? അതിന്റെ തൊട്ടു പിന്നാലെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് തൃപ്തികരമായ ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാ, അല്ലെങ്കിൽ അതിനൊരു മറുപടി കിട്ടുമെന്നാ. പക്ഷെ അതുണ്ടായില്ല. അതിനു പകരം ചില വിശദീകരണങ്ങൾ അവർ നൽകി. കമ്മീഷന്റെ വക്താക്കൾ ചില കാര്യങ്ങൾ പറഞ്ഞു. അതാവട്ടെ വളരെ അപഹാസ്യമായ ഒരു വിശദീകരണമായി പോയി എന്ന് പറയുന്നതില് ഒട്ടും മടിയില്ല. നമ്മുടെ ഈ ചായക്കടകളിലെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാവും.
പല കക്ഷികളിൽപ്പെട്ട ആളുകളിൽ പങ്കെടുക്കും. അവിടെയൊക്കെ ഉയർന്നു വരുന്ന വിശദീകരണങ്ങളുടെ ന്യായീകരണങ്ങളുടെ നിലവാരം പോലും ഉണ്ടായിരുന്നില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. 3 പ്രധാന കാര്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷന്റെ വക്താവ് പറഞ്ഞത്. ഈ ഹരിയാനയിലെ വോട്ടർ പട്ടിക, അതിലെ ക്രമക്കേട് ഉണ്ടെങ്കിൽ അത് ഈ ബൂത്തുകളിലിരിക്കുന്ന കോൺഗ്രസിന്റെ ഏജന്റുമാരെ ചൂണ്ടിക്കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ്. മനസ്സിലായില്ലേ? വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്ന് വെച്ചാൽ ഇരട്ട വോട്ടുകൾ, കൂട്ട വോട്ടുകൾ, ഒരേ മേൽവിലാസത്തില് 100, 200, 300 വോട്ടുകൾ, ഒരേ വ്യക്തിയുടെ ഫോട്ടോ എത്രയോ സ്ഥലങ്ങളിൽ, 10, 50, 200 സ്ഥലങ്ങളിൽ. ഇതൊക്കെ കണ്ടപ്പോ ബൂത്തിലിരിക്കുന്ന ഇലക്ഷൻ പോളിംഗ് ഏജന്റുമാർ എന്തുകൊണ്ടത് ചൂണ്ടിക്കാണിച്ചില്ല എന്ന്. എന്താണ് ഇതിനൊക്കെ മറുപടി പറയുക? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുക, നിങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ എന്തുകൊണ്ട് ഇതൊന്നും ചൂണ്ടിക്കാണിച്ചില്ല എന്നുള്ളത്. സാറന്മാരെ, ഇത് അവരുടെ ജോലിയാണോ? ബൂത്തിലെ ഏജന്റുമാരുടെ പണി ഇതാണോ? കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. അത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്തുവാ? ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയതാരാ? ഇലക്ഷൻ കമ്മീഷൻ അല്ലയോ? അല്ലാതെ കോൺഗ്രസിന്റെയോ BJPയുടെയോ ഏജന്റുമാരല്ലല്ലോ ഈ പത്രിക ഉണ്ടാക്കിയത്, തയ്യാറാക്കിയത്. അത് നിങ്ങൾ തന്നെയല്ലേ? അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്തുവാ? തെറ്റില്ലാത്ത, സത്യസന്ധമായ, യാതൊരു പിഴവുകളും ഇല്ലാത്ത ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു പത്രിക ഉണ്ടാക്കുക എന്നുള്ളതല്ലേ? ഇന്നലെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച വോട്ടേഴ്സ് ലിസ്റ്റ്, അത് അദ്ദേഹം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. കോൺഗ്രസിന്റെ ആഫീസായ ഇന്ദിരാഭവനിൽ ഉണ്ടാക്കിയെടുത്തതല്ലത്. നിങ്ങളുടെ രേഖകളാ, ഇലക്ഷൻ കമ്മീഷന്റെ രേഖകളാ. അവരതുമായിട്ട് ഹരിയാനയിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചിട്ട്, പേഴ്സണലായിട്ട് അന്വേഷിച്ചിട്ട്, ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണിത്. അല്ലാതെ ഇത് ഏജന്റുമാരുടെ ജോലിയല്ല. നമുക്കറിയാമല്ലോ, ഈ ബൂത്തുകളിൽ ഇരിക്കുന്ന ഏജന്റുമാര് അവരാരും അത്ര വലിയ വിദ്യാസമ്പന്നന്മാരൊന്നുമല്ല, IAS കാരൊന്നുമല്ല. നിങ്ങളാണ് ഇത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നിങ്ങൾ അമ്പയെ പരാജയപ്പെട്ടിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ, അല്ലെങ്കിൽ അവരുടെ ഏജന്റുമാരുടെ തലയിൽ കെട്ടിവയ്ക്കുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? ഇത്ര ബാലിശമാണ് നിങ്ങളുടെ ഈ ന്യായീകരണം. വീണ്ടും നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ BJPക്കാർക്ക് ഈ ഇരട്ട വോട്ടുകൾ അല്ലെങ്കിൽ ബൾക്ക് വോട്ടുകൾ കിട്ടിയതെന്നുള്ളൊരു തെളിവ് എന്താണെന്ന്. അതിനിപ്പം രാഹുൽ ഗാന്ധി തെളിവ് കൊണ്ടുവരണോ? സർ, ഈ പട്ടികയിലെ ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകൾ ചേർക്കുന്നത് ആരാ? ബൾക്ക് വോട്ടുകൾ ചേർത്തത് ആരാ? നമ്മൾ ഇതിലെ കണ്ടല്ലോ, ഒരു BJP നേതാവിന്റെ മേൽവിലാസത്തിൽ 66 വോട്ടുകൾ. ആ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടുമോ? അങ്ങനെ ചേർക്കപ്പെടുന്ന വോട്ടുകൾ BJPക്ക് അല്ലാതെ ആർക്കാണ് കിട്ടുക? സർ, ഇതൊക്കെ വെറും സിമ്പിളായ കാര്യങ്ങളല്ലേ നമുക്ക് മനസ്സിലാക്കാൻ. പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഈ ചായക്കടയിലെ രാഷ്ട്രീയ സംവാദത്തിൽ പോലും ഇത്തരത്തിലുള്ള ബാലിശമായ വാദങ്ങൾ കടന്നു വരില്ല, ന്യായീകരണങ്ങൾ ഉണ്ടാവില്ല. വീണ്ടും കമ്മീഷൻ ചോദിക്കുന്നത്, ഈ വോട്ടർ പട്ടികയിലെ ബൾക്ക് വോട്ടേഴ്സിനെ കണ്ടെത്തിയാൽ, കൂട്ട വോട്ടർമാര്, ഒരു മേൽവിലാസത്തിൽ 100 കണക്കിന് അല്ലെങ്കിൽ ധാരാളം വോട്ടർമാര്, അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഏജന്റുമാരാണെന്ന്. സർ, ഈ ഏജന്റുമാരുടെ പക്കൽ എപ്പോഴാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടുക? പാർട്ടിക്ക് തന്നെ എപ്പോഴാണ് കിട്ടുക? ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാകുന്നത് തന്നെ ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. അതിനു മുമ്പായിട്ട് ഈ ഡേറ്റാസ് മുഴുവൻ നോക്കി വയ്ക്കാൻ ഈ പാവപ്പെട്ട ഏജന്റുമാർക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകൾ മൂടി വെക്കുന്നതിന് നിങ്ങൾ ഈ ബൂത്ത് ഏജന്റുമാരെ പഴി പറയുക. സർ, നിങ്ങളെ വല്ലാതെ പരാജയപ്പെട്ടു. ഒരു നീതിപൂർവമായ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനമായ തെറ്റില്ലാത്ത, പിഴവില്ലാത്ത ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ ഈ ബൂത്ത് ഏജന്റുമാരൊക്കെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരാ. നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾ ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും മികച്ച ആളുകളായിട്ടല്ലേ ഈ പദവിയിൽ ഇരുത്തിയിരിക്കുന്നത്? നിങ്ങൾ 3 പേരും IAS ഉദ്യോഗസ്ഥന്മാരല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഈ കുറ്റം സാധാരണ ബൂത്ത് ഏജന്റുമാരിൽ ആരോപിക്കാൻ പറ്റും? കഴിവിന്റെ അടിസ്ഥാനത്തിൽ വന്നവരായിട്ടാണ് നിങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതോ ഇനി BJPയുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയ ആളുകളാണ് എന്ന് ആ പാർട്ടിക്ക് ബോധ്യം വന്നിട്ടാണോ ഈ ഇലക്ഷൻ കമ്മീഷൻ രൂപവൽക്കരിച്ചത്? ചോദിക്കുക. അല്ലെന്നാണ് വിശ്വാസം, അല്ലെന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം. പക്ഷെ ചോദിച്ചു പോവുക. രാഹുൽ ഗാന്ധി ആദ്യമായിട്ടല്ല തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ച് പത്രസമ്മേളനം നടത്തുന്നത്. ഇത് 3ാമത്തെ തവണയാ. എന്നിട്ട് പോലും നിങ്ങൾക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് കൃത്യമായൊരു പ്രതികരണം നൽകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ജോലിയാണ് അവിടെ ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷണർമാർ നിലയിൽ എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസ്യത ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെട്ടിരിക്കുക. രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനങ്ങളുടെ ഒരു ഫലം എന്ന് പറയുന്നത് അതാണ്. ഈ വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകൾ, ബൾക്ക് വോട്ടുകൾ, ഇതൊക്കെ മാറ്റി വൃത്തിയായിട്ടുള്ളൊരു പത്രിക തയ്യാറാക്കാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുണ്ട്.
അത് ഉപയോഗിച്ചാൽ 2 മിനിറ്റ് കൊണ്ട്, ഒരു ക്ലിക്ക് കൊണ്ട് ഈ പത്രികയിലെ വ്യാജങ്ങൾ മുഴുവൻ കണ്ടെത്താനും അതിനെ ശുദ്ധീകരിക്കാനും സാധിക്കും. എന്താണ് അത് ഉപയോഗിക്കാത്തത്? എന്തേ? അതൊന്ന് ഉപയോഗിച്ചാൽ പോരെ? ജ്ഞാനേഷ് കുമാർ എന്താ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്ന്. ആർക്ക് ആവശ്യമില്ലെന്ന്? BJPക്ക് ആവശ്യമില്ല. അത് ശരിയാ. ആ സോഫ്റ്റ്വെയർ ഒരിക്കലും ഉപയോഗിക്കരുതെന്നാണ് BJPയുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം. കാരണം അത് പ്രയോജനപ്പെടുത്തിയാൽ ഈ പത്രിക ക്ലീൻ ആവും, നീറ്റാവും, ശുദ്ധമാവും. അപ്പൊ നിങ്ങൾക്ക് വ്യാജം നടത്തി ജയിക്കാൻ പറ്റത്തില്ല. ഒരു ബ്രസീലിയൻ സുന്ദരിക്ക് 20 ബൂത്തിൽ പോയി ഒരേ സമയം വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണത് ഉപയോഗിക്കാത്തത്, ആ സോഫ്റ്റ്വെയർ. അത് ഉപയോഗിച്ചാൽ മതി. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വക്താവേ ഈ 2-3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതൊക്കെ പരാതി എന്നാണ്. കോൺഗ്രസിന് പരാതി ഉണ്ടെങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞുകൂടെ, ചോദിച്ചുകൂടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സർ, ഇത് പരാതിയല്ല. ആരും പരാതി പറയാൻ വന്നതല്ലെന്ന്. നിങ്ങളുടെ മുമ്പില് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു, സമക്ഷത്ത് നിന്ന് നീതി കിട്ടണം, നീതി ലഭ്യമാക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പറയാൻ വന്നതല്ലല്ലോ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ചില നഗ്ന സത്യങ്ങള് ഇന്ത്യയിലെ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ് ചെയ്തത്. നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്ന ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത അക്ഷന്തവ്യമായ ക്രമക്കേടുകള് അത് ചൂണ്ടിക്കാണിക്കാനാ വന്നത്, അല്ലാതെ നിങ്ങളുടെ അടുത്ത് പരാതി പറയാനൊന്നും വന്നതല്ല. അത് ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ നിന്ന് പറയാനാ വന്നത്. അദ്ദേഹം ധൈര്യമായിട്ട് പറഞ്ഞല്ലോ, ഒന്നും ഒളിച്ചു വെച്ചില്ലല്ലോ. പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇലക്ഷൻ കമ്മീഷനും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപ്പാടെ തട്ടിയെടുത്തതെന്ന് പറഞ്ഞല്ലോ. ഇത് പരാതി പറച്ചിലല്ല സർ, വസ്തുതകൾ പറയുക. ഞങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുന്നതാ. ഇന്ത്യയിലെ ജനങ്ങൾ ഇത് അറിയണമെന്ന് വിചാരിച്ചു തന്നെ പറയുന്നതാ. ചെറുപ്പക്കാര്, ജൻസികള് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് വിശദീകരണവുമായി വന്ന കിരൺ റിജിജു കേന്ദ്രമന്ത്രി വേറെ ആരും രംഗത്ത് ഇറങ്ങിയല്ലോ കേട്ടോ. എല്ലാവരും ഇന്നലെ മാളത്തിനോട് ചിരിക്കുകയായിരുന്നു, ഇന്നിനി ഇറങ്ങുമെന്നറിയില്ല. കിരൺ റിജിജു എന്താ പറഞ്ഞത്? ഈ ജൻസികളോടുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം കലാപം ഉണ്ടാക്കാനാണെന്ന്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ ചെറുപ്പക്കാരോട്, യുവതലമുറയോട് സംസാരിച്ചുകൂടെ? നമ്മുടെ രാജ്യത്ത് ഇതാണ് നടക്കുന്നത്, നമ്മൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞുകൂടെ? പറഞ്ഞാൽ ഉടനെ രാജ്യദ്രോഹമാവൂ, അതോ കലാപം സൃഷ്ടിക്കലാവൂ? അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് വയ്ക്കുക. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങള് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്നു. അത് ഒരു സത്യമാണ്. നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു സർ. അതൊരു പരമമായ പരമാർത്ഥമാണ്. ഇനി അങ്ങനെ ഈ പത്രസമ്മേളനങ്ങള് അങ്ങനെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ അത് ഉദ്ദേശിച്ചുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുന്നേ. CBI ഒക്കെ നിങ്ങളുടെ കയ്യിലാണല്ലോ, NIA ഉണ്ടല്ലോ. അതിനകത്ത് രാജ്യദ്രോഹം എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് ഉണ്ടെങ്കിലേ, രാജ്യവിരുദ്ധത എന്ന് പറഞ്ഞുണ്ടെങ്കിൽ NIAക്ക് അന്വേഷിക്കാമല്ലോ. നിങ്ങൾ പരാതി കൊടുക്ക്. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലോട്ട് കൊണ്ടുപോകട്ടെ. അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇന്നലത്തെ 3ാമത്തെ പത്രസമ്മേളനമാണ്, പുതിയതൊന്നുമല്ല. നിങ്ങൾ കാമാന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ. ഈ മുടന്തൻ ന്യായങ്ങൾ പറയുന്നല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ലല്ലോ, ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇല്ലല്ലോ. ഇപ്പോ ഇലക്ഷൻ കമ്മീഷനോട് നമ്മൾ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് രാജിവെച്ച് പോയിക്കൂടെ? അപ്പൊ വേണേല് ഒരു ചോദ്യം ഉന്നയിക്കാം, ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ബാധകമല്ലേ എന്ന്. അവർക്ക് എങ്ങനെ ഇതുപോലെ ഒരു വോട്ട് ചോരി നടന്നിട്ട്, വോട്ട് കൊണ്ട നടന്നിട്ട് അധികാരത്തിലിരിക്കാൻ പറ്റുന്നെന്ന് ചോദിക്കാം. ശരിയാ, ന്യായമായ ചോദ്യമാണ്. അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഇന്നലെ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഒരു മറവും കൂടാതെ അദ്ദേഹം പറഞ്ഞല്ലോ. ഇവർക്ക് എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിക്കണം, അതിനുവേണ്ടി അവരെന്ത് ചെയ്യും, എന്ത് കുതന്ത്രങ്ങളും BJP കാണിക്കും. വോട്ടേഴ്സ് ലിസ്റ്റിലെ അട്ടിമറിയൊക്കെ ഒരു തന്ത്രം മാത്രമാണ്. ഇതാണ് നമ്മുടെ ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞ സംവിധാനങ്ങൾ. നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് ജയിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. അവര് മനഃപൂർവ്വം ചെയ്യുന്നതാ. അവരതിന്റെ പേരിലൊന്നും രാജിവെക്കുന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. അവര് രാജിവെക്കാനല്ലേ ഒന്നും ചെയ്യുന്നത്, അധികാരത്തിൽ ഏറാനാണ്. അപ്പൊ പിന്നെ രാജിവെക്കുമോ? അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ ഒരു മിടുക്കായിട്ട് കരുതുന്നവരാണ് നമ്മുടെ BJPക്കാര്. കഴിഞ്ഞ ദിവസം B ഗോപാലകൃഷ്ണന്റെ ഒരു ബൈറ്റ് രാഹുൽ ഗാന്ധി കേൾപ്പിച്ചത്, ഞങ്ങൾ ഇനിയും ചെയ്യുമെന്ന്, ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവരുമെന്ന്, ഞങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാ, വലിയ നേതാവാ. അതാണ് പറഞ്ഞത്, ഒരു ആര് കളിച്ചാലും അതൊരു നല്ല തണലാണല്ലോ എന്ന് കരുതുന്നവർക്ക് അവരോട് എന്ത് പറയാനാ? മിസ്റ്റർ പോത്തിനോട് നമ്മൾ വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചത്.
ഈ BJPക്കും BJPയുടെ സർക്കാരിനും അവർക്ക് വേണ്ടി കൂലിപ്പണിയെടുത്ത ഇലക്ഷൻ കമ്മീഷനെ ന്യായീകരിക്കാൻ ഒരു ബാധ്യത ഉള്ളതാ, ഒരു ഉത്തരവാദിത്വം ഉള്ളതാ. പക്ഷെ അതവര് നിർവഹിച്ചു കണ്ടില്ല. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഇലക്ഷൻ കമ്മീഷന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം വന്നിട്ടില്ല. അവര് ഈ ബീഹാർ തിരഞ്ഞെടുപ്പിൽ തോൽക്കും എന്നുള്ളത് കൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഈ ബ്രസീലിയൻ മോഡലിന്റെ പേരൊന്ന് തെറ്റിപ്പോയി, പകരം ആ ഫോട്ടോഗ്രാഫറുടെ പേരാ പറഞ്ഞത്. അതിങ്ങനെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു എന്ന മട്ടില്. ഇന്നലെ പറഞ്ഞല്ലോ, മന്ത്രിമാരും രംഗത്ത് വരാഞ്ഞിട്ട് നമ്മുടെ കിരൺ റിജിജുവിനെയാണ് വിശദീകരണവുമായിട്ട് BJP രംഗത്തിറക്കിയത്. അദ്ദേഹം എന്താ പറഞ്ഞത്? തോക്കുമ്പം കരഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയിട്ട് വരുമ്പോഴാണ് ഇതുപോലെയുള്ള പുതിയ കാര്യങ്ങൾ പറയുന്നത്. ചില വിദേശ ശക്തികൾ, രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട്, അവരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്നൊക്കെയാ പറഞ്ഞത്. എന്റെ പൊന്നു കിരൺ റിജിജു, ഒരു കാര്യം ഓർക്ക്, അങ്ങ് ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാ പറയുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധി പറഞ്ഞത് വിദേശത്തെ കാര്യമൊന്നുമല്ല, ഹരിയാന തെരഞ്ഞെടുപ്പിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചാണ്. വോട്ടർ പട്ടികയിലെ അക്ഷന്തവ്യമായ ക്രമക്കേടുകളെ കുറിച്ചും തെറ്റുകളെ കുറിച്ചുമാണ്. അതിന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നൽകിയിട്ട് എന്താ കാര്യമുള്ളത്? ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ കണ്ട ബ്രസീലിയൻ മോഡൽ ഉണ്ടല്ലോ, അവരുടെ പേര് ലാരിസ എന്നാണ്. മത്തയസ് ഫെറാറോ എന്നാണ് ഇന്നലെ പറഞ്ഞത്. അത് ആ ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫറുടെ പേരാണ്. അവരുടെ ഒരു സന്ദേശം ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അവരിതിനെപ്പറ്റി പറയുന്നത് ഇതൊക്കെ എന്ത് ഭ്രാന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ്. ലാരിസ, ഇതൊരു സാധാരണ ഭ്രാന്തല്ല, അധികാരം പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള ചികിത്സയില്ലാത്ത ഭ്രാന്ത. ഞങ്ങളുടെ ലക്ഷ്യം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ഏത് ഭ്രാന്തൻ നടപടികളും സ്വീകരിക്കും.